തൃണമൂൽ കോൺഗ്രസിനെ വിമർശിച്ച കോൺഗ്രസ് നേതാക്കൾക്കെതിരെ രാഹുൽ ഗാന്ധി ഇന്ത്യൻ ജനാധിപത്യത്തെ തകർക്കാനുള്ള ബിജെപിയുടെ നീക്കമാണ് നടക്കുന്നത്. അസമിന്റെയും ബംഗാളിന്റെയും ജനവിധി ബിജെപി മോഷ്ടിച്ചതാണെന്നും നിസ്സാര രാഷ്ട്രീയം മാറ്റിവെക്കണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. PR അരവിന്ദ് ഡൽഹിയിൽ നിന്ന്. അരവിന്ദ്, ബിജെപിയെ പൊതുശത്രുവായി പ്രഖ്യാപിക്കുന്ന ഇന്ത്യ സഖ്യം എന്ന പ്രതിപക്ഷ നിരയിൽ നിന്ന് ഏറ്റവും യുക്തിപരമായ ഒരു അഭിപ്രായം കൂടി രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. എന്താണ് ഈ അഭിപ്രായങ്ങൾ മനസ്സിലാക്കുന്ന ഈ പ്രസ്താവന ഏതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ്? സുഹേൽ, കഴിഞ്ഞ ദിവസം തന്നെ രാഹുൽ ഗാന്ധി തന്റെ നിലപാട് വ്യക്തമാക്കുകയാണ്. കാരണം ബംഗാളിലും അസമിലും വോട്ടുകൊള്ള നടന്നു എന്നതാണ് രാഹുൽ ഗാന്ധി ആരോപിച്ചത്. പക്ഷേ പല കോൺഗ്രസ് നേതാക്കളും, ബംഗാളിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളടക്കം തൃണമൂൽ കോൺഗ്രസിന്റെ പരാജയത്തിൽ ഇത്തരത്തിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. തൃണമൂൽ കോൺഗ്രസിന്റെ വീഴ്ചയിലടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഒരു പ്രതികരണം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. കോൺഗ്രസിലെ ചിലരും അതുപോലെ തന്നെ മറ്റുള്ളവരും തൃണമൂൽ കോൺഗ്രസിന്റെ ഈ പരാജയത്തിൽ ആഹ്ലാദിക്കുകയാണ്. അവർ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അസമിന്റെയും ബംഗാളിന്റെയും അത് ബിജെപി മോഷ്ടിച്ചതാണ്. അവിടുത്തെ വോട്ട് ബിജെപി മോഷ്ടിച്ചു എന്ന് തന്നെ രാഹുൽ ഗാന്ധി ആരോപിക്കുകയാണ്. ഇന്ത്യൻ ജനാധിപത്യത്തെ തകർക്കാനുള്ള ബിജെപിയുടെ ഒരു നീക്കമാണത്. ഇതിൽ നിസ്സാര രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി ഇത്തരത്തിൽ ഒരുമിച്ച് നിൽക്കണമെന്നതാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇതൊരു പാർട്ടിയെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയെക്കുറിച്ചോ ബാധിക്കുന്ന ഒരു വിഷയമല്ല, ഇത് ഇന്ത്യയെ ബാധിക്കുന്ന വിഷയം എന്നതാണ് എല്ലാവരും ഓർക്കണമെന്നതാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ എക്സിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം MK സ്റ്റാലിനുമായും അതുപോലെ തന്നെ മമതാ ബാനർജിയുമായി രാഹുൽ ഗാന്ധി സംസാരിച്ചിരുന്നു. അതിലും അസമിലും അതുപോലെ തന്നെ ബംഗാളിലും ഇത്തരത്തിൽ വോട്ടുകളുടെ ആരോപണം കൂടി ഇപ്പോൾ ഇന്ത്യ സഖ്യം ഉയർത്തുകയാണ്. മുൻപും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സമാനമായ ആരോപണം രാഹുൽ ഗാന്ധി ഉയർത്തിയിരുന്നു. എന്തായാലും ഈ രണ്ട് സംസ്ഥാനങ്ങളിലും വലിയ രീതിയിലുള്ള കൃത്രിമത്വം വോട്ടർ പട്ടികയിലടക്കം ബിജെപി കാണിച്ചു. അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പിന്തുണ ഉണ്ടായിരുന്നു എന്ന് തന്നെ കോൺഗ്രസും കൂടി ഇപ്പോൾ ആരോപിക്കുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രക്ഷോഭ പരിപാടികളടക്കം ഇന്ത്യ സഖ്യം എന്ന നിലയിൽ നടത്തിയേക്കുമെന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. സുഖേ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.